ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, ഇമാമു ദാരിൽ ഹിജ്റ, അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്കർ വഉമർ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ. കാന സലഫ്, മുൻഗാമികൾ. ആരാണ് പറയുന്നത്? ഇമാം മാലിക്കാണ് പറയുന്നത്. ആര്? മുൻഗാമികൾ എന്ന്. ഇമാം മാലിക് സുബ്ഹാനല്ലാഹ് വളരെ മുൻഗാമിയാണ്. ഇമാം മാലിക്കിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ രണ്ടാളുകൾ മാത്രമുള്ള ഹദീസുകൾ ഇമാം മാലിക് എത്രയോ റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മാലിക്കിനും ഇടയിൽ എത്ര ആളുകൾ? രണ്ടാളുകൾ. ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് ധാരാളമായി കാണാം. അൻ മാലിക്കിൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ മാലിക്കിൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക്കിൻ്റെ ഉസ്താദാണ് ആര്? നാഫിഅ ഇബ്നു അബ്ബാസ് എന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്. അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു നാഫിഅ. ഇബ്നു ഉമറിൽ നിന്ന് ഹദീസുകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുള്ള രണ്ടുപേരാണ്. ഒന്ന് സാലിം, ഒന്ന് നാഫിഅ. സാലിം മകനാണ്, നാഫിഅ അദ്ദേഹത്തിൻ്റെ മൗലയാണ്, അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു. ഇബ്നു ഉമറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇമാം മാലിക്കിനും ഇടയിൽ ഇത്ര ആളുകൾ? രണ്ടാൾ. ഒന്ന് താബിഇയാണ്, ഒന്ന് സഹാബിയാണ്. ആ ഇമാം മാലിക് പറയാണ്, കാന സലഫു, മുൻഗാമികൾ, അവർ കുട്ടികളെ, അവരുടെ മക്കളെ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു. എന്ത്? ഹുബ്ബ അബീ ബക്കറിൻ വഉമർ, അബൂബക്കറിനോടും ഉമറിനോടുമുള്ള റളിയല്ലാഹു അൻഹുമ സ്നേഹം. കാരണം ഇത് ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ റാഫിദികളെ നോക്കൂ, ഷിയാക്കളെ നോക്കൂ, അവരുടെ ദീനിൽ നിനക്ക് മെമ്പർഷിപ്പ് കിട്ടണോ, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും പേരിൽ ലാനത്ത് ചൊല്ലണം, അവരുടെ പേരിൽ ശാപപ്രാർത്ഥന നടത്തുക, എന്നാലാണ് ഒരുത്തൻ റാഫിദിയാവുക. ഇന്നും ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിൽ ലൈവായി അവരുടെ ദീനിലേക്ക് ആളെ ചേർക്കുന്ന അവരുടെ നേതാക്കന്മാരുണ്ട്. എന്താണ് ചൊല്ലിക്കൊടുക്കുക? അബൂബക്കറിനും ഉമറിനും മേൽ ലാനത്ത് ചൊല്ലുക, ശാപപ്രാർത്ഥന. അത് ഇബാദത്തായി കാണുന്ന ഒരു വിഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമും ഈ ഖൗമുമായി എന്തു ബന്ധമാണുള്ളത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ സഹാബത്ത് പറയുന്നത് കാണാം. അലി ബിൻ അബി താലിബിനെ പോലുള്ള സഹാബത്ത് പറയുന്നത് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന വാക്കാണ് എന്ത്? ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരരായ കൂട്ടുകാർ, നബിയുടെ സഹാബ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദുനിയാവിൽ നബിയുടെ കൂട്ടുകാരായി കൂടെ ഉണ്ടായിരുന്നവർ. ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ്. ബർസഖിലും അവർ നബിയുടെ കൂടെയാണ്. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ ഒരാൾ ഖബറടക്കപ്പെടുക, ഒരാളുടെ ഖബറുണ്ടാവുക, അയാളെ ഏത് മണ്ണിൽ നിന്നാണോ അള്ളാഹു പടച്ചത് ആ മണ്ണിലായിരിക്കുമെന്നാണ് ചില ഹദീസുകളിൽ കാണാം. അപ്പോൾ നോക്കൂ, അതുപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും ഉമറിനെയും അള്ളാഹു പടച്ചത് ഒരേ മണ്ണിൽ നിന്നാണ്. ബർസഖിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരാണവർ. യാതൊരു സംശയവുമില്ല, നാളെ പരലോകത്ത് സ്വർഗത്തിനും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരാണവർ. അവരെ ശാപപ്രാർത്ഥന നടത്തുക, ലഅനത്ത് ചൊല്ലുക, അവരെ വെറുക്കുക എന്നവന് ഈ ദീനിൽ എന്ത് സ്ഥാനമാണുള്ളത്?